ഡയലയിലെ വേൾഡ് കപ്പ് 2026 ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലെ നടന്ന പോർച്ചുഗൽ കോങ്കോ മത്സരവും ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ ഹരി, നമുക്ക് ആദ്യം പോർച്ചുഗൽ മത്സരത്തിലേക്ക് വരാം. കോങ്കോ ആയിട്ടായിരുന്നു മത്സരം. എന്തായാലും പോർച്ചുഗൽ തന്നെ ജയിക്കുകയുള്ളൂ എന്ന് കരുതിയൊരു മത്സരത്തിലാണ് അവർ 1-1 സമനിലയിൽ കോങ്കോ പോർച്ചുഗലിനെ പിടിച്ചു കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട്? നമ്മൾ ഈ സ്പെയിനിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പോർച്ചുഗലിനും ഒരു റിയാലിറ്റി ചെക്കിനുള്ള ഒരു അവസരമാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാ സ്റ്റാർസും പെർഫോം ചെയ്തൊരു ദിവസമായിരുന്നു. ഇപ്പോൾ മെസ്സി ആവട്ടെ, എംബാപ്പെ ആവട്ടെ, ഹാളൻഡ് ആവട്ടെ, ഈ പോർച്ചുഗലിന് ശേഷം നടന്ന ഇംഗ്ലണ്ട് മത്സരത്തിലെ ഹാരി കെയ്ൻ ആവട്ടെ, എല്ലാവരും ഒരേപോലെ മികച്ച പെർഫോമൻസ് എടുത്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ ആ ഒരു സാധനം റൊണാൾഡോയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു ഒരുപാട്. കാരണം എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാവരും പെർഫോം ചെയ്ത സ്ഥിതിക്ക് അതൊരു ഫയറായിട്ട് റൊണാൾഡോ ഏറ്റെടുത്ത് താനും ഒരു പെർഫോമറാണ്, തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, റൊണാൾഡോൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മഹാമോശം പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കോങ്കോ കമ്പാരിറ്റീവ്ലി പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ടീമാണ്. പോർച്ചുഗൽ ടീമിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പൊസിഷനിലും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉള്ളൊരു ടീമാണ് പോർച്ചുഗൽ. അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം ലോകത്തിലെ ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ആവട്ടെ, ജാവോ നെവസ് ആവട്ടെ, വിറ്റീനിയ ആവട്ടെ, ബെർണാഡോ സിൽവ ആവട്ടെ. പ്രത്യേകിച്ച് ജാവോ നെവസ്, വിറ്റീനിയ എന്ന് പറയുന്നത് PSG കോംബോ, UCL അടിച്ച കോംബോ. അതേപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ന്യൂണോ മെൻഡസും ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് ആണെന്ന് പറയാം. അപ്പം അങ്ങനെ അത്രയും നല്ല ആൾക്കാരുള്ളൊരു ടീം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിങ് ഷുഡ് ബി ഈസിയർ ഫോർ ക്രിസ്ത്യാനോയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കണം. ക്രിസ്ത്യാനോയിലേക്ക് ബോളുകൾ എത്തണം. പ്ലാൻ അതായിരുന്നു, റൊണാൾഡോയിലേക്ക് ബോൾ എത്തിക്കുക, അത് കൺവേർട്ട് ചെയ്യുക. അതെ. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്പെയിനിനൊക്കെ സംഭവിച്ച പോലെ ചെറിയൊരു ടീം ഓപ്പോസിറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ലോ ബ്ലോക്കിലായിരിക്കും കളിക്കുക. അവർ ഇറങ്ങിയത് തന്നെ 5 man ഡിഫൻസിലായിട്ടാണ് ഇറങ്ങിയത്. അതെ, 3 mid ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അവരെന്തായാലും ഡിഫൻസീവിലേക്ക് കളിക്കുള്ളൂ. മത്സരം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കളിക്കാർക്കാണെങ്കിലും മാനേജർക്കാണെങ്കിലും നമുക്കും എല്ലാവർക്കും മനസ്സിലാവും അവർ ഡിഫൻസീവ്ലി 5 ഡിഫൻഡേഴ്സിനെ വെച്ച് ഇറങ്ങുമ്പോഴും നമുക്കറിയാതെ ക്ലിയർലി ഡിഫൻസീവ് ആയിരിക്കും. മേ ബി കുറച്ച് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ക്ലിയർലി ദ പ്ലാൻ വിൽ ബി ഡിഫൻസീവായിട്ട് കളിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അറ്റാക്ക് ചെയ്യുന്ന ടീം എന്ത് ചെയ്യണമായിരുന്നു? ഡിഫൻസിനെ പൊളിക്കാൻ നോക്കണം. സ്പെയിനൊക്കെ വീഴ്ച പറ്റിയത് അവിടെ. സ്പെയിന് പിന്നെ എന്തെങ്കിലുമൊക്കെ ലെമീൻ യമാലൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഡ്രിബ്ലിംഗ് ഒക്കെ കണ്ട് എന്തെങ്കിലും നടന്നു. പക്ഷെ അവിടെ വരേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, ഒരു സ്വിച്ച് ചെയ്യുന്ന ഒരു പ്ലേ നടക്കണമായിരുന്നു. അതായത് ഇപ്പോൾ സ്ട്രൈക്കർ വിങ്ങിലേക്ക് പോവുക, അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങുക, പൊസിഷൻ മാറുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ഡിഫൻഡേഴ്സ് കൺഫ്യൂസ്ഡ് ആവും. അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രൈക്കറിനെ ഫോളോ ചെയ്ത് 2-3 ഡിഫൻസ് അങ്ങടേക്ക് പോയാൽ ഇവിടെ സ്പേസ് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ അങ്ങനെ ഗോൾ അടിക്കാനുള്ള ഒരു സാധ്യത ഓപ്പൺ അപ്പ് ആവും. അങ്ങനെ ഒരു സാധനം ഇന്നലെ ഉണ്ടായില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ സെന്ററിന് മാറിയിട്ടില്ല, അവിടെ തന്നെയായിരുന്നു 90% അല്ലെങ്കിൽ ക്രോസുകൾ കൊടുക്കാൻ നോക്കുമ്പോഴും റൊണാൾഡോ ഓഫ് സൈഡ് ആയിട്ടായിരുന്നു, പലപ്പോഴും ഓഫ് സൈഡ് ആയിട്ടാണ്. ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല, റൊണാൾഡോ അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതെ. അപ്പോൾ ഒരു സ്വിച്ച് അപ്പ് പ്ലേ ഒക്കെ നടന്നിരുന്നെങ്കിൽ പോർച്ചുഗലിന് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ കളിയിൽ കാണുകയും ചെയ്തു. കാരണം ജാവോ നെവസിന്റെ ആ ഗോൾ അടിക്കുമ്പോൾ റൊണാൾഡോനെ മാർക്ക് ചെയ്തിട്ടാണ് ഡിഫൻഡേഴ്സ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജാവോ നെവസിന് ഒരു സ്പേസ് കിട്ടി. കൂട്ടത്തിൽ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് ജാവോ നെവസിന് അത് ഹെഡ് ചെയ്ത് ഗോളാക്കാനും പറ്റി. റൊണാൾഡോനെ പോലൊരു പ്ലെയർ, ഒരു സ്ട്രൈക്കർ, ഒരു വേൾഡ് ക്ലാസ് താരം ടീമിലുണ്ടാവുമ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ സ്കോർ ചെയ്യണം എന്നുള്ള ആഗ്രഹം, ആ ഒരു ഫയറൊക്കെ നല്ലതാണ്. അതൊരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എന്തായും വേണ്ടതാണ്. പക്ഷെ ഒരു പ്ലെയറിനെക്കാട്ടിലും ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ വരുമ്പോൾ ടീം ആയിരിക്കണം വിജയിക്കുന്നത്. അതായത് ടീം ഷുഡ് വിൻ, പ്ലെയർ ഷുഡ് നോട്ട് വിൻ. പ്ലെയർ ക്യാൻ വിൻ, ഷുഡ് നോട്ട് എന്നല്ല, പക്ഷേ ടീം ജയിക്കുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. പ്രത്യേകിച്ച് ഒരു റൊണാൾഡോ ടാപ്പിൻ ചെയ്യാൻ നോക്കിയ ഒരു ക്രോസ് ഉണ്ടായിരുന്നു, അത് ലീവ് ചെയ്തിരുന്നെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് സുഖമായിട്ട്. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ലെഫ്റ്റിലേക്ക് ഫ്രണ്ടിലേക്ക് ഓടിയ റൊണാൾഡോന്റെ ഒപ്പം 2 ഡിഫൻഡേഴ്സ് ഓടും. ബ്രൂണോ ഫ്രീ ആയി, ബ്രൂണോ സുഖമായിട്ട് ഗോൾ അടിച്ച് ഇന്നലെ പോർച്ചുഗൽ ജയിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് 0 ഓൺ ടാർഗറ്റ് ആയിരുന്നു റൊണാൾഡോ. 0 ഓൺ ടാർഗറ്റ്, 0 അസിസ്റ്റ്. എനിക്ക് തോന്നുന്നു 3 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു വേൾഡ് കപ്പ് സ്റ്റേജിൽ നമ്മൾ റൊണാൾഡോനെ പോലെ ഒരു താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇഴയിലെത്തിയില്ല. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, കഴിഞ്ഞ 10 മത്സരങ്ങൾ, പോർച്ചുഗലിൻ്റെ മത്സരങ്ങൾ, മേജർ ടൂർണമെൻറ്റുകളിൽ, ഇപ്പോൾ യൂറോ ആവട്ടെ, വേൾഡ് കപ്പ് ആവട്ടെ, കഴിഞ്ഞ 10 മത്സരങ്ങളിൽ പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റ്സും ഇവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. പക്ഷേ സ്റ്റിൽ
എപ്പോഴും പറയുന്ന പോലെ വേൾഡ് കപ്പിൽ ആദ്യ മത്സരമാണ്, ഇതൊന്നിൻ്റെ അവസാനമല്ല, ഇതൊന്നിനെയും തീരുമാനിക്കുന്നുമില്ല. ഇവിടുന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് ഇവർക്ക് ബെറ്റർ ആവാൻ പറ്റും, കാര്യങ്ങൾ മെച്ചപ്പെടാനും പറ്റും. പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഗട്ട്സോടുള്ള ഡിസിഷൻസ് എനിക്ക് തോന്നുന്നു മാനേജർ റോബർട്ടോ മാർട്ടിനസിന് ചിലപ്പോൾ കൈക്കൊള്ളേണ്ടി വരും. അതിനുള്ള ഗട്ട്സ് റോബർട്ടോ മാർട്ടിനസിന് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മാത്രമല്ല CR7 കുറച്ചുകൂടി ഒരു ടീം പ്ലെയർ ആയിട്ട് കളിച്ചാൽ പോർച്ചുഗലിനെ അത് വലിയ രീതിയിൽ സഹായിക്കും. കാരണം വൺ ഓഫ് ദ വേൾഡ് കപ്പ് കണ്ടന്റേഴ്സ് ആണ് പോർച്ചുഗൽ ഇത്തവണ. അത്രയും മികച്ച ടീമായിട്ടാണ്, ഏറ്റവും മികച്ച ടീം. അതെ. ഈ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബ്രൂണോ ആണെങ്കിലും 22 അസിസ്റ്റ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്താണ് പ്രീമിയർ ലീഗിൽ നിന്ന് അസിസ്റ്റ് ആയിട്ട് വരുന്നത്. ചാമ്പ്യൻ ടീമിൽ നിന്നുള്ള 3 പേരുണ്ട്, അത് മികച്ച ഒരു 3 പ്ലേയേഴ്സ് ആണ്. അപ്പൊ അത്രയും ഒരു ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ഉണ്ടായിട്ടും ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പൊസഷൻ ഗെയിം കളിക്കുന്നുണ്ട്, അതിലെ ഒരു വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൺവെർട്ട് ചെയ്യാന്നുള്ള ഇടത്താണ്. എക്സാക്ട്ലി അതാണ്. ഇപ്പോൾ ഈ സ്പെയിനിനെ നമ്മൾ പൊസഷൻ ബോൾ കൊണ്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഏകദേശം അതേ സ്റ്റാറ്റ്സ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോർച്ചുഗൽ സ്ലോ പേസ്ഡ് ആയിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ കോങ്കോയ്ക്ക് പൊസഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈസി അറ്റാക്ക് ചെയ്ത് അവര് ബോക്സ് വരെ എത്തുന്നുണ്ട്. അവർക്കൊരു മികച്ചൊരു സ്ട്രൈക്കറുടെ കുറവ് ഉണ്ടായിരുന്നു. അതെ, എന്താ വെച്ചാൽ പോർച്ചുഗലിന് കഴിഞ്ഞ ദിവസം 70%-ലധികം പൊസഷൻ ഉണ്ട്, 700-ലധികം പാസുകളുണ്ട്. അപ്പൊ ഏകദേശം സ്പെയിനിന്റെ സ്റ്റാറ്റ്സുമായിട്ട് സിമിലർ ആണ്. അതേപോലെ കോങ്കോനെ നമ്മൾ പറയുമ്പോൾ തന്നെ കോങ്കോയിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കളിച്ച ശീലമുള്ള വാൻ ബിസാക്കി ഉണ്ട്, യോവാൻ വിസ ഉണ്ട്, ബ്രെൻഫോർഡിന് ഇത്തവണ ന്യൂ കാസലിലേക്ക് വന്ന യോവാൻ വിസ ഉണ്ട്. അത്തരത്തിലുള്ള പ്ലേയേഴ്സ് കോങ്കോനും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. മാത്രമല്ല ഈ ആഫ്രിക്കൻ പ്ലേയേഴ്സിന് പൊതുവെ വേൾഡ് കപ്പ് എന്ന് വരുമ്പോൾ വരുന്ന ഒരു മെന്റാലിറ്റി, ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് അവര് നല്ല കോൺഫിഡൻസോട് കൂടിയാണ് അവര് കളിച്ചത് കോങ്കോ ടീം. അതെ, പ്രത്യേകിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അവർ വളർന്നു വന്ന സാഹചര്യം, അടിച്ചമർത്തലുകൾ, അങ്ങനെയുള്ള വികാരമൊക്കെ ഈ വേൾഡ് കപ്പ് സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഈ ടീമിലും ആളുകളിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ കോങ്കോനെ പോലുള്ളൊരു ടീം വന്ന് കളിക്കുമ്പോൾ അവരുടെ മത്സരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക അവരുടെ ആ ക്വാളിറ്റി എനിക്ക് പുറമെ ഇതിനോടൊക്കെ ഉള്ള ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതെല്ലാം മനസ്സിൽ വെക്കേണ്ടതാണ് ഇത്തരം മത്സരങ്ങൾ വരുമ്പോൾ. പക്ഷേ നോക്കാം ഇനി എന്താവുന്നുള്ളത് കണ്ടറിയാം. പോർച്ചുഗലിന് ഒരു അവസരമാണ്. സ്പെയിനിനും ബ്രസീലിനും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ 52 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോങ്കോ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യണത്. അതെ, അവരുടെ ഫസ്റ്റ് ഗോളും ഫസ്റ്റ് പോയിന്റും വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ ഗോളും ആദ്യത്തെ പോയിന്റാണ്. അപ്പോൾ കോങ്കോനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടവും കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരം. ഈ ഗ്രൂപ്പ് കെയിൽ കൊളംബിയയുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാനായിട്ട്. അതിൽ 3-1 ജയിച്ചവര്. നല്ല ഒരു ഡീസൻറ്റ് കളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഉസ്ബെക്കിസ്ഥാൻ വേൾഡ് കപ്പ് കളിക്കണമെന്നുണ്ടെങ്കിലും ഒരു നിലവാരത്തിൽ അതിലും നല്ല രീതിയിലൊരു കളിയാണ് കളിച്ചത്. 40-ാം മിനിറ്റിൽ ഫസ്റ്റ് മ്യൂനസ് ഗോൾ അടിക്കുന്നു. പിന്നീട് ഫസ്റ്റ് ഹാഫ് 1-0 പിരിയുന്നു. പിന്നെ വീണ്ടും സെക്കൻഡ് ഹാഫിൽ 60-ാം മിനിറ്റിൽ ആണ് ഉസ്ബെക്കിസ്ഥാൻ്റെ ഫസ്റ്റ് ഗോൾ വരുന്നത്. അപ്പം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ലൂയിസ് ഡയസ്, അത് ബയൺ മ്യൂണിക്കിൻ്റെ വേൾഡ് ക്ലാസ് വിങ്ങറായിട്ട് കളിക്കുന്ന ലൂയിസ് ഡയസിൻ്റെ ഒരു ഗോളാണ് 65-ാം മിനിറ്റിൽ തന്നെ. പിന്നെ ലാസ്റ്റ് 90+5 വേറൊരു ഗോളും കാമ്പാസിൻ്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-1 ഒരു കംഫർട്ടബിൾ വിക്ടറിയാണ് ഇവർ കൊളംബിയയ്ക്ക് കിട്ടിയത്. പക്ഷേ ഈ വിജയം പോർച്ചുഗലിനെ എങ്ങനെ ബാധിക്കുന്നത് വെച്ചാൽ പോർച്ചുഗലിൻ്റെ ബാക്കിയുള്ള മത്സരങ്ങൾ ഒരെണ്ണം ഈ കൊളംബിയ ആയിട്ട് തന്നെയാണ്, പിന്നെ ഒരെണ്ണം ഉസ്ബെക്കിസ്ഥാനായിട്ട്. അതിലൊരു ഫേവറേറ്റ്സ് തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനായിട്ട് കളിക്കുമ്പോൾ. പക്ഷേ കൊളംബിയ ആയിട്ടുള്ള ഒരു മത്സരം ഒരുപക്ഷെ സമനിലയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീം, ഇപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ കോങ്കോ തന്നെ വേറെ അടുത്ത മത്സരങ്ങൾ രണ്ടും ജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിനെ അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം നടന്നു. യൂറോപ്പിൽ തന്നെ മികച്ച 2 ടീമുകൾ ആയിരുന്നു. നമ്മൾ 18-ലെ വേൾഡ് കപ്പ് ഫൈനലിസ്റ്റാണ് ക്രൊയേഷ്യ. പിന്നെ ഇംഗ്ലണ്ട് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ടീം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തമ്മിൽ എങ്ങനെയായിരുന്നു മത്സരം? 4-2 അവർ. വളരെ മികച്ച ഒരു മത്സരമായിരുന്നു ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ നടന്നത്. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ സ്റ്റാർസ് ആയിട്ടുള്ള ഹാരി കെയ്നും ബെല്ലിംഗാമും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു മത്സരമായിരുന്നു. ക്രൊയേഷ്യ നല്ല രീതിയിലാണ്. ഫസ്റ്റ് ഹാഫ് ആബ്സല്യൂട്ട് സിനിമയായിരുന്നു, ബാക്ക് ടു ബാക്ക്. അതെ, 2-2. ഫസ്റ്റ് ഹാഫിൽ മാത്രം 4 ഗോളുകൾ പിറന്ന ഒരു മത്സരമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് 2 കൂടെ അടിച്ചു. ക്രൊയേഷ്യക്ക് പലതും ഫിനിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു സ്ക്വാഡിൻ്റെ ഡെപ്തും ക്വാളിറ്റിയും എല്ലാം തുറന്നു കാണിച്ചൊരു സെക്കൻഡ് ഹാഫാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഹാരി കെയ്നിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിമർശിക്കുമ്പോൾ മേ ബി ഒരു എക്സാമ്പിളായിട്ട്, ഇപ്പം മെസ്സിനെ ഒന്നും അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഹാരി കെയ്നെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ ഹാരി കെയ്ൻ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഹാരി കെയ്നെ നമ്മൾ നോക്കിയാൽ കളിയിൽ അറ്റാക്കിംഗ് പൊസിഷനിലും കാണാം, മിഡിൽ കാണാം, ഡിഫൻസിലും കാണാം. ക്രിസ്ത്യാനോ ഡിഫൻസ് വരെയൊന്നും പോകണ്ട, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ എനിവേ ഹാരി കെയ്ൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഡിഫൻസിൽ പോയി സെൻറ്റർ ബാക്കിൻ്റെ ഒപ്പം ബോൾ വിൻ ചെയ്യുക, അതേപോലെ ഇവിടെ വന്ന് ഗോൾ അടിക്കുക, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഹാരി കെയ്ൻ ഇന്നലെ ചെയ്യുന്നുണ്ടായിരുന്നു. ബുണ്ടസ്ലീഗയിൽ ബയൺടൊപ്പം ഹാരി കെയ്ൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. 62 ഗോളാണ് കഴിഞ്ഞ. അതെ. ഹാരി കെയ്ൻ ഒരു ടോപ്പ് ഫോമിലാണ്
ഈ സീസണിലുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് പോലൊരു സ്റ്റേജിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞ് ഇംഗ്ലണ്ടിന് ഒരു വേൾഡ് കപ്പ് ഉയർത്താനായ സംശയമില്ലാതെ പറയാം ബാലൻ ഡിയോർ ഹാരി കെയ്ൻ തന്നെയായിരിക്കും. കാരണം അത്രയും മികച്ച പെർഫോമൻസാണ് ഈ സീസണിൽ ഹാരി കെയ്ൻ എടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പേരാണ് ജൂഡ് ബെല്ലിംഗാം. ജൂഡ് ബെല്ലിംഗാം ആവട്ടെ ഇന്നലെ അറ്റാക്ക് ബോൾ വിൻ ചെയ്യുക, ഒരു ഡേഞ്ചറസ് പൊസിഷൻസിൽ വരിക, ഒരു ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാം പല വിമർശകരുടെയും വായടപ്പിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം റയലിൽ വലിയ രീതിയിൽ കഴിഞ്ഞ സീസണിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് വിമർശനവും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ടീമിൽ ഇംഗ്ലണ്ട് ടീമിൽ പോലും ജൂഡ് ബെല്ലിംഗാം ഉണ്ടായേക്കില്ല എന്നുള്ളൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നും ഒരു വേൾഡ് കപ്പ് സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയും അവിടെ പെർഫോം ചെയ്യുക, ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ജൂഡ് ബെല്ലിംഗാമിന് അതുണ്ടെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. ഇംഗ്ലണ്ടും പറഞ്ഞ പോലെ യൂറോപ്യൻ ടീംസിലെ ടോപ്പ് ടീമുകളിലൊന്നാണല്ലോ ഇംഗ്ലണ്ട്. വേൾഡ് കപ്പ് ജയിക്കാൻ സാധ്യതയുള്ള ടീമുകളുടെ എണ്ണത്തിലേക്ക് ഇംഗ്ലണ്ട്, കാരണം എപ്പോഴും ഇംഗ്ലണ്ടിന് എല്ലാ കാലത്തും കഴിഞ്ഞ കുറേ വേൾഡ് കപ്പുകളിലായിട്ട് ഏത് വേൾഡ് കപ്പ് എടുത്താലും ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് എങ്ങനെയാണെന്നാലും ഒരു 2 ടീം ഇറക്കാനുള്ള സ്ക്വാഡ് ഉണ്ടാകും. അതാണ് എക്സാക്ട്ലി. ഇപ്പൊ കഴിഞ്ഞ സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീം. അപ്പൊ കഴിഞ്ഞ 2-3 വേൾഡ് കപ്പ് എനിക്ക് കാലങ്ങളായിട്ട് ഇംഗ്ലണ്ട് വൺ ടീമായിട്ടാണ് വരിക. നമ്മളെപ്പോഴും വിചാരിക്കും ഈ ടീമിന് സുഖമായിട്ട് ലോകകപ്പ് അടിക്കാന്ന് വിചാരിക്കും. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, എനിക്ക് തോന്നുന്നു പണ്ട് കാലം തൊട്ട് പ്ലേയേഴ്സിന്റെ ഈഗോ ഉണ്ട്, ഒരു നല്ല മാനേജറിന്റെ അഭാവമുണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് തോമസ് ടുച്ചലിനെ പോലെ ഒരു മാനേജറിനെ ഇംഗ്ലണ്ട് ടീമിന്റെ കോച്ചായി കൊണ്ടുവരിക. അതെ, വേൾഡ് കപ്പിലെ ആദ്യ മത്സരമായിരുന്നു. അപ്പോൾ കൊണ്ടുവരികയും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ടീമിന് ഇംഗ്ലണ്ട് മാനേജർ വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വകവെക്കാതെ ആ ഒരു ടീമും മാനേജ്മെന്റ് ആ ഡിസിഷനായിട്ട് മുന്നോട്ട് പോവുകയും അതിന്റെ റിസൾട്ട് വേൾഡ് കപ്പിൽ കാണാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും. കാരണം മാനേജ്മെന്റിലും ടുച്ചലിന്റെ കഴിവുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. യു സി എൽ വിൻ ചെയ്ത മാനേജറാണ് ടുച്ചൽ. അപ്പോൾ അതൊരു ജർമ്മൻ മാനേജറാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഈ ടീമിനെയും ഇതിൽ ഈഗോനെയും കളിക്കാരെ നിർത്തേണ്ട അവിടെ നിർത്താനും അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു മാനേജർ ആയതുകൊണ്ട് തന്നെയാണ് അയാളെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലണ്ടിന്റെ സ്റ്റാർട്ടിംഗ് 11 നോക്കിയിട്ട് ബെഞ്ച് നോക്കുമ്പോൾ ദീർഘ പറഞ്ഞ പോലെ അവരെ മൊത്തത്തിൽ ഇറക്കി. അതെ, ഒരേ സമയം 2 ടീമാണ് ഒപ്പം നിൽക്കുന്നത്. അങ്ങനെ ഒരു സ്കോട്ടത്ത് എനിക്ക് തോന്നുന്നു വേറൊരു ടീമിനുണ്ടോ ചോദിച്ചാൽ ഭയങ്കര സംശയമാണ് വേൾഡ് കപ്പ്. ഈ പ്രീമിയർ ലീഗ് കളിക്കണതിന്റെ ഒരു അതെ. അപ്പോൾ അതിലുള്ള മിക്കവരും ഇന്നലെ സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങിയ ഇംഗ്ലണ്ട് ടീമിൽ ആകെ കെയ്നും ബെല്ലിംഗാം മാത്രമേ ഇംഗ്ലണ്ടിനെ പുറത്ത് കളിക്കുന്ന ലീഗിൽ കളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പ്രീമിയർ ലീഗിൽ കളിക്കുന്ന, അതായത് ഇവർ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിലും സ്ഥിരം ഒരൊറ്റ ഒരു ഫോർമാറ്റിൽ കളിച്ച് ശീലമുള്ളവരാണ് അവർ. അതെ. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി, അത് ഇവരെല്ലാവരും കളിക്കുന്നത് ഫസ്റ്റ് ഡിവിഷൻ ലീഗ് മത്സരങ്ങളിലാണ് എല്ലാ രാജ്യങ്ങളിലും. അതിന്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഇവരിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർലി ഇന്നലെ കാണാൻ പറ്റി. മോഡ്രിച്ചിന്റെ ഒക്കെ ഒരു അനാവശ്യ ഒരു ടാക്കിളിന് ശ്രമിച്ച് പെനാൽറ്റി കൊടുത്തതാണ്. മോഡ്രിച്ച് ഇറങ്ങിയതിന് ശേഷമാണ്, അതായത് മോഡ്രിച്ചിനെ തിരിച്ച് കയറ്റിയതിന് ശേഷമാണ് ക്രൊയേഷ്യ ഒന്ന് ഡൗൺ ആയതും പിന്നെ അറ്റാക്കൊക്കെ കുറഞ്ഞതൊക്കെ അതിന് ശേഷമാണ്. ആ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഇറക്കിയിട്ട് വീണ്ടും അറ്റാക്കും ചെയ്തു, ഗോൾ നേടുകയും ചെയ്തു ഇംഗ്ലണ്ട്. അതിൻ്റെ ഒപ്പം പറയേണ്ടതാണ്, ഇപ്പോൾ ഈ ക്രൊയേഷ്യ മത്സരം തോറ്റു. അവരിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ 4ാമതായിട്ടാണ് നിൽക്കണേ. ഗ്രൂപ്പിൽ ബാക്കിയുള്ളത് ഘാനയും പനാമയാണ്. പനാമ മത്സരത്തിൽ ഘാന 1-0 പനാമയെ തോൽപ്പിച്ചു. അപ്പോൾ അവർ സെക്കൻഡാണ്. ഇനി ക്രൊയേഷ്യക്ക് ബാക്കി വന്ന 2 മത്സരവും എന്തായാലും ജയിക്കണം എന്നുള്ള ഒരു സ്ഥിതിയിലാണ്. എന്നാലേ നോക്കൗട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മത്സരം സമനിലയോ എന്തെങ്കിലും അല്ലെങ്കിൽ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൊയേഷ്യയുടെ സാധ്യതകൾ മങ്ങും എന്നുള്ള അതാണ് ഈ ഗ്രൂപ്പിൽ പറയാനുള്ളത്.